Welcome to today's health tip. I am Dr. George from Doctor's Aesthetic Center, Cochin. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് സാർക്കോപീനിയ എന്നും പറഞ്ഞൊരു അവസ്ഥയെ പറ്റിയാണ്. പ്രായമാകുമ്പോൾ എല്ലാവരുടെയും മസിൽസിൻ്റെ ആ സൈസ് കുറയുകയും സ്ട്രെങ്ത് കുറയുകയും ചെയ്യുന്ന ഒരവസ്ഥയെ പറ്റിയാണ് സാർക്കോപീനിയ എന്ന് പറയുന്നത്. 40 വയസ്സ് കഴിയുമ്പോൾ എല്ലാവരുടെയും മസിൽസിൻ്റെ സൈസും സ്ട്രെങ്തും ഏതാണ്ട് 1% വെച്ച് എല്ലാ വർഷവും കുറയുന്നു. അത് ഏതാണ്ട് 80 വയസ്സാകുമ്പോൾ ആ മസിൽസിൻ്റെ സൈസ് സ്ട്രെങ്തും ഒരു 50% കുറയും. ഇങ്ങനെ കുറയുന്ന അവസ്ഥ കൊണ്ടാണ് പ്രായമാകുമ്പോൾ വരുന്ന പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നത്. ഇതിനെ നമുക്ക് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം, ഇതിനെ എങ്ങനെ നമുക്ക് റിവേഴ്സ് ചെയ്യാം എന്നതിനെ പറ്റിയാണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. സാർക്കോപീനിയ കൊണ്ടുള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണ്? ഫിസിക്കൽ ഡിസബിലിറ്റി, ക്വാളിറ്റി ഓഫ് ലൈഫ് കുറയുക, അതായത് സ്റ്റെപ്പ് കയറാനുള്ള ബുദ്ധിമുട്ട്, ഇരുന്നിട്ട് എഴുന്നേൽക്കാനുള്ള ബുദ്ധിമുട്ട്, വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, അതുകൂടാതെ ലോസ് ഓഫ് ബാലൻസ്, സ്റ്റെബിലിറ്റി കുറയുക, പിന്നെ വീഴുവാനും ഫ്രാക്ചറൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ് സാർക്കോപീനിയ ഉണ്ട്. സാർക്കോപീനിയ നമുക്ക് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം? ഒന്ന്, റെസിസ്റ്റൻസ് ട്രെയിനിങ്, പുഷപ്സ്, വെയിറ്റ് ലിഫ്റ്റ് തുടങ്ങിയ റെസിസ്റ്റൻസ് ട്രെയിനിങ്. രണ്ടാമത്, ആവശ്യത്തിനുള്ള പ്രോട്ടീൻ ഇൻടേക്ക്. നമുക്കൊരു ദിവസം 1.2 to 2 ഗ്രാം പ്രോട്ടീനാണ് ആവശ്യമുള്ളത്. ഇത് നമുക്ക് നോൺ വെജിറ്റേറിയൻ ഫുഡിൽ നിന്നും കിട്ടുന്നുണ്ട്, വെജിറ്റേറിയൻ ഫുഡിൽ നിന്നും കിട്ടുന്നുണ്ട്. അതായത് ഫിഷ്, മീറ്റ്, എഗ്ഗ്. വെജിറ്റേറിയൻ സോഴ്സിൽ നിന്നാണ് പയറുവർഗ്ഗങ്ങൾ, സോയാബീൻ എന്നിവയിൽ നിന്ന് കിട്ടുന്നുണ്ട്. മൂന്നാമത് നോക്കേണ്ടത് നമുക്ക് ആവശ്യമുള്ള വൈറ്റമിൻ ഡി കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. നമുക്ക് വൈറ്റമിൻ ഡി കിട്ടണമെങ്കിൽ രാവിലെ 10-നും ഉച്ചയ്ക്ക് 3-നും ഇടയ്ക്ക് 1 മണിക്കൂറെങ്കിലും സൺലൈറ്റ് എക്സ്പോഷർ വേണം. എന്നെങ്കിൽ മാത്രമേ നമുക്ക് വൈറ്റമിൻ ഡി കിട്ടുകയുള്ളൂ. ഇന്നത്തെ അവസ്ഥയിൽ പലർക്കും അതിനുള്ള സമയം കിട്ടുന്നില്ല, അത് സാധിക്കുന്നില്ല. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ വൈറ്റമിൻ ഡി ഉള്ള ഭക്ഷണങ്ങൾ, അതായത് എഗ് യോക്ക്, ലിവർ എന്നിവ ഉൾപ്പെടുത്തുക. അതല്ലെങ്കിൽ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് എടുക്കുക. നമുക്ക് ഏതാണ്ട് ഒരു 60,000 ഇൻ്റർനാഷണൽ യൂണിറ്റ് വൈറ്റമിൻ ഡി ഒരു മാസം ആവശ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള സപ്ലിമെൻറ്റ്സ് എടുത്തും നമുക്ക് വൈറ്റമിൻ ഡി ഉണ്ടാക്കുവാൻ സാധിക്കും. നാലാമത്, റെഗുലർ ഫിസിക്കൽ ആക്ടിവിറ്റി, ഫാസ്റ്റ് വാക്കിംഗ് അല്ലെങ്കിൽ സ്ലോ റണ്ണിങ്. നമ്മളിൽ പലരും എല്ലാ ദിവസവും നടക്കുന്നുണ്ട്, പക്ഷേ അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള മസിൽ സ്ട്രെങ്ത് ഡെവലപ്മെൻറ്റ്സ് വരുന്നില്ല. അപ്പോൾ ഫാസ്റ്റ് വാക്കിംഗ് അല്ലെങ്കിൽ സ്ലോ റണ്ണിങ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സൈക്ലിംഗ്, സ്വിമ്മിങ് മുതലായവയും മസിൽ ഡെവലപ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യും. അഞ്ചാമത്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫുഡുകൾ, ഫ്രൂട്ട്സ്, ഹോൾ ഗ്രെയിൻ, ഫാറ്റി ഫിഷ് എന്നിവ കഴിക്കുന്നതും നമ്മുടെ മസിൽ ഡെവലപ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യും. സാർക്കോപീനിയ എങ്ങനെ നമുക്ക് റിവേഴ്സ് ചെയ്യാം? ഇന്ന് USFDA അപ്രൂവലുള്ള ഹോൾ ബോഡി ഇലക്ട്രോ മാഗ്നറ്റിക് സ്റ്റിമുലേഷൻ മെഷീൻ അവൈലബിൾ ആണ്. അത് നമ്മളൊരു ജാക്കറ്റ് ധരിച്ചിട്ട് ആ ജാക്കറ്റിനകത്ത് ഏതാണ്ട് 22 ഇലക്ട്രോഡ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അത് നമ്മുടെ ശരീരത്തിലെ 300 മസിൽസിനെ അറ്റ് എ ടൈം സ്റ്റിമുലേറ്റ് ചെയ്യും, ഹൈപ്പർട്രോഫി ചെയ്യും, സ്ട്രെങ്ത് ഉണ്ടാക്കും. അങ്ങനെ പല സ്റ്റേജ് കൊണ്ട് ആ മസിൽസിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യും. ഒരു 35 മിനിറ്റ് ഉള്ളൊരു പ്രൊസീജിയറാണിത്. ആഴ്ചയിൽ 2 പ്രാവശ്യം വെച്ചിട്ട് 8-10 ആഴ്ച ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ വീക്കായ മസിൽസിനെ സ്ട്രെങ്ത് ഉണ്ടാക്കാനും മസിൽ ഡെവലപ്പ് ചെയ്യാനും സാധിക്കും. അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റുകളും ഇന്ന് അവൈലബിൾ ആണ്. സാർക്കോപീനിയ എന്ന് പറഞ്ഞ രോഗാവസ്ഥയെപ്പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. നിങ്ങൾക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും കൂടുതൽ അറിയണമെങ്കിൽ താഴെ പറഞ്ഞിരിക്കുന്ന ഞങ്ങളുടെ ഫോൺ നമ്പറിൽ വിളിക്കുക. ഞങ്ങൾ എപ്പോഴും അവൈലബിൾ ആണ്.